ഒരു മൂവി എന്ന് പറയുമ്പോൾ അതിങ്ങനെ വേണം. വേറെ ഒന്നുമല്ല, വാഴ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ഓരോരുത്തരും ചെയ്ത കഥാപാത്രങ്ങൾ ഒത്തിരി നന്നായിട്ട് അഭിനയിച്ചതുകൊണ്ട് ഒത്തിരി നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥ നമുക്ക് തരുകയും ചെയ്തിട്ടുണ്ട്. ഈ മൂവി കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത്, ഒരു ദിവസം പിള്ളേരുടെ ട്യൂഷൻ മുടങ്ങിയാലും കുഴപ്പമില്ല, ഈ മൂവി എന്തായാലും കൊണ്ടുപോയി കാണിക്കണമെന്ന്. ഒരു റിവ്യൂ പറയാൻ അത്രയ്ക്ക് ഈ മൂവിയിൽ എന്താണ് എനിക്ക് ടച്ചായതെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ മൂമെൻറ്റ്സും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ടച്ചായതാണ്. അതിൽ ഏറ്റവും എന്നെ സ്പർശിച്ച ഒരു മൂമെൻ്റ് എന്ന് പറയുന്നത് ആ ഫീസ് അടയ്ക്കാനായിട്ട് അച്ഛൻ ഓടിപ്പിടയ്ക്കുന്നതും അതൊരു മൂമെൻ്റ് ആയിരുന്നു എന്നെ ഒത്തിരി സ്പർശിച്ചത്. 12th റിസൾട്ട് കിട്ടിയപ്പോൾ നല്ല മാർക്കില്ലെങ്കിൽ പോലും എനിക്ക് എന്തായാലും BSc നഴ്സിംഗ് തന്നെ പോകണമെന്ന് ഒറ്റ കാലിൽ നിന്ന് എന്നെ BSc നഴ്സിംഗിന് ഏകദേശം 5-6 ലക്ഷം കൊടുത്ത് പഠിപ്പിച്ച പാരൻസിൻ്റെ അടുത്ത് ഒരു 6-7 വർഷം കഴിഞ്ഞിട്ട് എല്ലാ ധൈര്യത്തിലും അവരെന്നെ പഠിപ്പിച്ചത് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഫീസ് അടയ്ക്കാനായിട്ട് എൻ്റെ അച്ഛൻ ഒരു ചിട്ടി അടയ്ക്കുമായിരുന്നു. വെറും 13,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന അച്ഛൻ 10,000 രൂപ കൊടുത്തായിരുന്നു ചിട്ടി അടച്ചത്. പിന്നെ വീട്ടിൻ്റെ ചിലവ് അമ്മ ഇരുന്ന് 24 മണിക്കൂറും കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തെ സ്ഥലത്ത് കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ട അമ്മയും അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ജോലി പോയപ്പം കിട്ടിയ ആദ്യത്തെ ജോലിയിൽ നിന്ന് കിട്ടിയ ഫുൾ ശമ്പളവും അനിയത്തിക്ക് വേണ്ടി തന്ന ചേച്ചി, ഇവരെല്ലാവരും എൻ്റെ ഈ പടം കണ്ടപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു അവരുടെ റോൾ എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്താണ് ഞാൻ ഇന്നിവിടെ ന്യൂസിലാൻഡിലെത്തിയതെന്ന് പറഞ്ഞു. ഇതുപോലെ പല വാഴകളെയും പല വീട്ടിലും വളർത്തിയിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു ദിവസം ഈ വാഴ വലുതായി അതെന്തെങ്കിലും ഒരു കൊല കൊടുക്കുമായിരുന്നു. ഞാനും ഇപ്പം എന്തെങ്കിലും ഒരു കൊലവിൽ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷേ എന്തായാലും ഈ പടം തിയേറ്ററിൽ പോയി കാണേണ്ട അത്രയ്ക്ക് നല്ല പടമാട്ടോ. അതിനകത്തുള്ള ഈ ഒരു മൊമെൻറ്റ് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന ജീവിതവും അവിടുത്തെ മെഡിക്കൽ സർവീസസും പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതായിരുന്നു. എന്തായാലും വാഴ 2 പൊളി.